എനിക്കാണെങ്കിൽ കള്ളം പറയുന്ന മനുഷ്യരെ തീരെ ഇഷ്ടമല്ല. ശാന്തി തേടി ഞാൻ ഒരുപാട് യാത്ര ചെയ്തു. കാശി, രാമേശ്വരം, വാരണാസി, ഹിമാലയം. ഒടുവിലിതാ അങ്ങയുടെ ആശ്രമത്തിലെത്തി നിൽക്കുന്നു. അവിടെ നിന്നൊന്നും കിട്ടാത്ത എന്ത് ശാന്തിയും സമാധാനമാണ് ഇവിടുന്ന് കിട്ടാനുള്ളത്? ഭഗവത് സാക്ഷാത്കാരം, അല്ലാതെ മറ്റെന്ത്? ഓ, സ്വാമിജി എന്നെ അനുഗ്രഹിക്കണം. എഴുന്നേക്കൂ. ഈ ആശ്രമത്തിൽ കുറച്ചു ദിവസം കഴിയാൻ എന്നെ അനുവദിക്കണം. എന്നെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഞാൻ പറയാം. വേണ്ട, അങ്ങൊന്നും പറയേണ്ടതില്ല. നമുക്കറിയാത്തതൊന്നും ഇവിടെ സംഭവിക്കില്ല. നിങ്ങൾക്ക് ആഗ്രഹമുള്ള സമയം വരെ ഇവിടെ താമസിക്കാം. എന്തായാലും ധന്വന്തരമൂർത്തിയുടെയും അർദ്ധനാരീശ്വരന്റെയും മുന്നിൽ തൊഴുതു പ്രാർത്ഥിച്ച് ഹാളിലേക്ക് പോയിക്കോളൂ. ആരാത്? പുതിയ അന്തേവാസിയാണോ? അതെ. നെറ്റിയിൽ മാത്രമേ ചന്ദനവും സിന്ദൂരവും ഒക്കെ ഉള്ളൂ. ഉള്ളിൽ മുഴുവൻ കാളകൂട വിഷമാ. ചിത്ര പൗർണമിക്ക് ഇനി 2 ദിവസമല്ലേ ഉള്ളൂ. അതിഥികൾ ഇനിയും വരും. വരുന്നവരൊക്കെ ആരാ എന്താന്നൊന്നും നമുക്കറിയില്ലല്ലോ. എല്ലാവരോടും ഒന്ന് സൂക്ഷിക്കാൻ പറയണം. ശരി സ്വാമിജി. ഇതെങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ആ സാരി ഒന്ന് എടുത്തേ. ഏതാ? അപ്പുറത്ത്. ഇതാണോ? അത്. ആ, ഇത് നോക്ക് സച്ചി, ഇത് കൊള്ളാല്ലേ? അതെ, ഇത് വേണ്ട. ഇതെന്ത് സാറിന് ഇഷ്ടപ്പെട്ടില്ലേ? നല്ലതല്ലേ? വേറെ നോക്കാം. അല്ലെങ്കിലും ഭാര്യമാർക്ക് സാരി സെലക്ട് ചെയ്യാൻ വരുന്ന എല്ലാ ഭർത്താക്കന്മാരും ഇങ്ങനെ തന്നെയാ. ഒന്നും ഇഷ്ടപ്പെടില്ല. ഭാര്യക്കല്ലേ സാരി? ഭാര്യക്കാണ്, പക്ഷേ വേറൊരാളുടെ ഭാര്യക്കാ. ചേച്ചി നോക്ക്, ഈ സാരി നല്ലതല്ലേ? ഇത് വേണ്ട, എനിക്കും ഇഷ്ടപ്പെട്ടില്ല. എന്നാ വേറെ നോക്കാം. അത് കൊള്ളാം. അതൊന്നും എടുക്കാവോ? ഇതോ? അതെ. അത് ഇത് കൊള്ളാം. ഇതെടുത്തോളൂ. വേറെന്തെങ്കിലും വേണോ സർ? വേറൊന്നും വേണ്ട, ഇത് മാത്രം മതി. ശരി. എന്താ നിന്റെ പേര്? അർച്ചന. അർച്ചന.
ഉണരുമ്പോ ഇതൊന്നും ഓർക്കണമെന്നില്ല. പക്ഷെ ഇവളുടെ ഉള്ളിൽ ആരോ വലിച്ചെറിഞ്ഞതുപോലെ ഓർമ്മകളെല്ലാം അവിടെ എവിടെയായി ചെതറിക്കിടക്കുന്നുണ്ട്. മരുന്നുകളെല്ലാം മുടങ്ങാതെ കൊടുക്കുന്നുണ്ട്. ഉം. പൗർണമി നാൾ തീരുന്നതോടുകൂടി ചിതറിപ്പോയ ഓർമ്മകളെല്ലാം നേർരേഖയിൽ സംഗമിക്കും. ഉം. ഇപ്പോൾ അവൾ നഷ്ടപ്പെട്ട ആ ഓർമ്മകളിലേക്ക് ഇറങ്ങിത്തുടങ്ങി. ഞാൻ പറഞ്ഞ ദേവമ്മയ്ക്ക് മനസ്സിലായോ? മനസ്സിലായി. നല്ല ശ്രദ്ധ വേണം. ഒരു ചെറിയ പാളിച്ച പോലും അപകടമുണ്ടാക്കും. നാം നിർദ്ദേശിക്കുന്നതേ ഉള്ളൂ. പരിരക്ഷ മുഴുവനും മാതാ ദേവമ്മയുടെ കൈകളിലാണ്. ഞാൻ നോക്കിക്കോളാം ഗുരുജി. ഉം. തൽക്കാലം സമൃദ്ധ ഇപ്പോൾ അറിയേണ്ടത് മാത്രം അറിഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? മനസ്സിലായി സ്വാമിജി. ഇപ്പോ സമൃദ്ധ പറഞ്ഞൊന്നും അവളെ ഓർമ്മിപ്പിക്കരുതെന്നല്ലേ? അതെ. നമ്മൾ അവളിലേക്കൊന്നും അങ്ങോട്ട് ഫീഡ് ചെയ്യാൻ നിൽക്കണ്ട. ഉം. എല്ലാം ഇവൾ തനിയെ കണ്ടെത്തിക്കൊള്ളും. മനസ്സിലായി. ഉണരും പിന്നെ അറിയിക്കണം. ശരി ഗുരുജി. ഉം.